ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1862 കോയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പിയൊക്കെ വന്നതിന് ശേഷം സ്പിൻ ചെയ്യാനുള്ളതില്ല. സ്പിൻ ചെയ്ത് കിട്ടാൻ ചാൻസ് ഇല്ല. കോയിൻ കുറവായതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്പിൻ ചെയ്യണില്ല. ഇവർക്ക് വളരെ 11 പ്ലേയേഴ്സുള്ളൊരു പാക്ക് തന്നിന് സ്പാനിഷ് ലീഗിൻ്റെ. പക്ഷെ ഇതിൽ അടിപൊളി കാർഡുകളാണ്. 102 വിനീഷ്യസ് ഇരുന്നുണ്ട്, അടിപൊളിയാണ്. പോക്കു പാസ് ഇരുന്നുണ്ട്, 100 റേറ്റിംഗ് ഇരുന്നുള്ളൂ. ബട്ട് ഭയങ്കര പവറാണ്. സ്പീഡും കാര്യങ്ങളും എല്ലാ ഡിഫൻസീവ് എബിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളി എബിലിറ്റീസ് ഉള്ള പ്ലെയറാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒബ്ലാക്ക് ഉണ്ട്. ഒബ്ലാക്കിൻ്റെ പക്ക അടിപൊളിയായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാർഡാണ്. പിന്നെ പിന്നെ പേരെന്താണ്, മുസ്കോ അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഇത് ഒരു അടിപൊളി കാർഡാണ്. ഡിസ്ട്രോയർ CB ടോപ്പ് കാർഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ മെയിൻ ടാർഗറ്റ് ആ കാർഡാണ്. സോ പിന്നെ താഴത്ത് കുറച്ച് കാർഡുകളുണ്ട്. ആൻ്റണിയൊക്കെ ഉണ്ട്. ആൻ്റണിനെ നമുക്ക് വേണ്ട, നമ്മളെ കയ്യിൽ ആൻ്റണി ഒന്നുണ്ട്. സോ നമ്മളെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചത് പ്ലെയറാണ്. പിന്നെ വിനീഷ്യസിന് കിട്ടിയ കുഴപ്പമില്ല, കുബാസിനെ കിട്ടിയ കുഴപ്പമില്ല. സോ ഇവിടുത്തെ ബാക്ക് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പിന്നെ സ്പിൻ ചെയ്യണില്ല. സോ ഈ ബാക്കാണ് ജസ്റ്റ് നമുക്ക് സ്പിൻ ചെയ്യാം. സാധാരണ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ട്രിക്ക് യൂസ് ചെയ്താൽ വർക്കാവുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് വർക്കാവും നോക്കാം. ജസ്റ്റ് ടാർഗറ്റ് ഡിസ്ട്രോയർ CB ആണ്. സോ നമ്മൾ ഈ വീക്കിൽ ഇതിന് യൂസ് ചെയ്തത് സെയിം ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വർക്കാവുമെന്ന് അറിയില്ല. ഓക്കെ ഗായ്സ്, നമ്മൾ ടാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി റൊട്ടേഷൻ കൊടുക്കുക. 1 2 3 4. ഓക്കെ, ആൻഡ് നമ്മൾ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്നുണ്ട്. ആൻഡ് ക്യാൻസൽ എടുത്തു. നാലാമത്തെ വട്ടം സ്പിൻ ചെയ്തു. ഓക്കെ, നമ്മളെ ടാർഗറ്റ് അടിക്കുമോ എന്നറിയില്ല. അടിച്ചിട്ടില്ല. നമ്മൾ അടിക്കുന്നവരെ സ്പിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ടാർഗറ്റ് അടിച്ചിട്ടില്ല. ഓക്കെ, റേറ്റ് വെക്കാൻ അടിച്ചിട്ടുള്ളത് ഇവനല്ലേ നമുക്ക് ആവശ്യം. സോ വീണ്ടും നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്താൽ കിട്ടാതൊന്നല്ലത്. നമ്മളെ കയ്യിൽ കോയിൻ ഉണ്ട്. പാക്ക് ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള കോയിൻ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ മാക്സിമം എപ്പിക്കൊന്ന് സ്പിൻ ചെയ്യാൻ കോയിൻ ഇല്ലാത്തവർ ഇതൊക്കെ സ്പിൻ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ബാക്ക് സ്പിൻ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. കോയിൻ നഷ്ടാവില്ല. 1200 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്ക് മൊത്തം വൈപ്പ് ഔട്ട് ചെയ്യുക. സോ നമ്മൾ നെക്സ്റ്റ് സ്പിൻ എടുത്ത് വരുന്നു. ആരാണ് ഗൈസ്? ആൻ്റണി ഇല്ല. ആരാ? സോ വീണ്ടും ടാർഗറ്റ് അല്ല അടിച്ചിട്ടുള്ളത്, DMF ആണ്. സോ നെക്സ്റ്റ് സ്പിൻ കൊടുക്കാം. നമ്മൾ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. സോ നമ്മളെ ട്രിക്ക് വർക്കാവുന്നില്ല. ജസ്റ്റ് എല്ലാവരും ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ലാസ്റ്റ് 2 ടൈംസ് ടാർഗറ്റ് ടാപ്പ് ചെയ്തിട്ട് സ്പിൻ ചെയ്ത് നോക്കാം. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ടാർഗറ്റിന് 2 ടൈംസ് ടാപ്പ് ചെയ്യുക. 2 വട്ടം റൊട്ടേഷൻ കൊടുക്കുക. ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് ബാക്ക് വന്നിട്ട് റൊട്ടേഷനൊന്നും കൊടുക്കേണ്ട, നേരെ ഇങ്ങോട്ട് വന്നിട്ട് സ്പിൻ ചെയ്യുക. നേരെ സ്പിൻ ചെയ്യുന്നുണ്ട്. എന്താ അറിയില്ല, കളറൊക്കെ എത്തിക്കുന്നുണ്ട്. ഉള്ളിൽ ഗ്രീന് ഇതുണ്ട്. ആരാണ്? സോ ഗായ്സ്, നമുക്ക് ടാർഗറ്റിന് അടിച്ചിരിക്കുകയാണ്. 3ാമത്തെ സ്പിന്നിൽ നമുക്ക് നമ്മളെ ടാർഗറ്റിന് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ചെയ്താൽ ആവുമെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ച കിട്ടലല്ലേ. ഓക്കെ, അത് നമ്മളെ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ്. 3ാമത്തെ തൊട്ട് നമുക്ക് സ്പിൻ ചെയ്തപ്പോൾ നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്.
സോ നമുക്ക് ഇനി ഇതിൽ വിനീഷ്യസ് ഉണ്ട്. വിനീഷ്യസിനെ ഇപ്പോൾ ഇത് ഇവരെ അവസാനം വരെ കൊണ്ടുപോകും. അത് നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ കുറേ മുമ്പ് ഹാളണ്ടിൻ്റെ ബാക്ക് ഇതുപോലെ നിന്നെ ഹാളണ്ട് അലിസണൊക്കെ ഉള്ള അലിസണ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ സ്പിൻ ചെയ്ത് ലാസ്റ്റ് മൂന്നാമത്തെ പ്ലെയർ ആയിട്ട് നമുക്ക് അലിസണ തന്നത് ഓലന്ന്. പിന്നെ ഹാളണ്ട് ഉണ്ടായിരുന്നു, വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ സ്പിൻ ചെയ്ത് ഹാളണ്ടിനെയും കൂടെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത്. സോ നമ്മൾ ടാർഗറ്റിനെ അടിച്ചിരിക്കുകയാണ്. ടാർഗറ്റ് 300 കോയിൻ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ ടാർഗറ്റിനെ കിട്ടി. നമ്മൾ കോയിൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ. നമ്മളിതുപോലെ നമ്മളിങ്ങനെ വീക്കിൽ കിട്ടുന്ന സാധനം എടുത്ത് വെച്ച് ഒരുപാടാക്കണതാണ്. പർച്ചേസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. സോ റെക്കമെൻഡ് എടുത്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇതാണ് വരുന്നത്. ഈ പ്രോഗ്രഷൻ ഇവിടെ ഇതാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ആണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ സ്പീഡൊക്കെ കുറവാണ്. നമുക്ക് ഈ സ്പീഡ് ഇതിനേക്കാളും കൂട്ടാൻ പറ്റും. ഇതിൻ്റെ ആവശ്യമില്ല. ഒക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് സ്പീഡ് 87 വരുന്നുണ്ട്. നമ്മൾ സ്കോഡിൽ ഇടുമ്പോൾ ഇതിനേക്കാളും കൂടും. സോ സ്പീഡും ഡിഫെൻസീവ് എബിലിറ്റീസൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. ഇവിടെ കുറലെന്താ വെച്ചാൽ സ്റ്റാമിന ലേശം കുറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും സ്റ്റാമിന ഉണ്ടെന്ന് തോന്നുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആക്സിലറേഷൻ കുറഞ്ഞിട്ടുണ്ടാവും, ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും. ആക്സിലറേഷനും ബാലൻസും കുറഞ്ഞിട്ടുണ്ടാവും ഇത് ചെയ്യുമ്പോൾ, ഈ ഒരു പ്രോഗ്രഷൻ കൊടുക്കുമ്പോൾ. ആക്സിലറേഷൻ ബാലൻസും. സോ വിഷയമല്ല, നമുക്ക് ഒരുപാട് ഡിഫെൻസീവ് എബിലിറ്റീസ്, ഡിസ്ട്രോയർ CP ആണല്ലോ. ഡിഫെൻസീവ് എബിലിറ്റീസൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മൾ സ്കോഡിലോട്ടിട്ടാണ് ഡിസ്ട്രോയർ CPനെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് പുതിയ ഡിസ്ട്രോയർ CPനെ കിട്ടിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. റോബൻ ഡൈസിൻ്റെ അത്യാവശ്യം ടോപ്പായിട്ടുള്ള കാർഡാണ്. നോർമൽ കാർഡ് നമ്മൾ ചില നോർമൽ കാർഡെല്ലാം നമുക്ക് എപ്പിക്സിൻ്റെ മാതിരി പവർ കിട്ടും. സോ അതൊക്കെ നോക്കി ഡിഫെൻസീവ് എബിലിറ്റീസൊക്കെ നോക്കി മനസ്സിലാവും. അത്യാവശ്യം എബിലിറ്റികളാണ്. സോ 88 സ്റ്റാമിന വരുന്നുണ്ട്, ഫിസിക്കൽ കോണ്ടാക്റ്റ് 91 വരുന്നുണ്ട്. പക്ഷെ മറ്റേ കാർഡിൻ്റെ ഏകദേശം മറ്റേ കാർഡ് പോലെ തന്നെ കളിക്കുമ്പോൾ കളിയിൽ നല്ലൊരു ഇത് ഇട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുമ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, സോ ഇവിടെ എബിലിറ്റീസ് മറ്റേൻ്റെ അത്ര ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സ്പീഡൊക്കെ വരുന്നുണ്ട്, സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ഇത് നമ്മൾ ജസ്റ്റ് ഫോം നോക്കുമ്പോൾ ഗായ്സ് കാർഡ് ഈ വീക്ക് ഫോമില്ല കേട്ടോ. ഫോം ഔട്ടാണ് ഈ വീക്ക്. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ നമ്മൾ ഈ അത്യാവശ്യം ഇതില്ലാത്ത പ്ലെയറിനെ എടുക്കുമ്പോൾ നല്ലൊരു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒഡേഗാർഡ് പോലത്തെ പ്ലേയേഴ്സിനെ എടുത്താൽ അതുപോലെ എപ്പിക്സ് എന്നല്ല, നോർമൽ കാർഡാകുമ്പോൾ ഒഡേഗാർഡ്, ഹാളണ്ട് അങ്ങനത്തെ ഹാളൻ്റെ ഒക്കെ ഇപ്പോൾ കുറച്ച് മോശമാണ്. അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഫോം ആവുന്ന പ്ലേയേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഈ ബാക്സിൻ്റെ ചില പ്ലേയേഴ്സിനൊക്കെ എടുത്താൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഫോം ആവും. എന്തായാലും അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ എടുത്താൽ വിഷയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ കുബാക്സിന് എടുക്കും എന്തായാലും. ജസ്റ്റ് വീഡിയോ എടുക്കുകയാണെങ്കിൽ എടുക്കണ്ടെന്നുള്ള ഡൗട്ടാണ്. എടുക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം. സോ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.